ഉറച്ച ലക്ഷ്യബോധമാണ് എല്ലാ കാലവും നമ്മളെ നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്, അജയ് വേണുഗോപാൽ. ബ്രില്യൻറ്റിൻ്റെ ഭാഗമായി നിന്ന് പ്രവേശന പരീക്ഷയിൽ ഉയർന്ന സ്കോർ നേടി കോട്ടയം മെഡിക്കൽ കോളേജിൽ 3-ാം വർഷ വിദ്യാർത്ഥിയായി തൻ്റെ പഠനം തുടരുന്നു. തൻ്റെ ലക്ഷ്യം സാധ്യമാക്കാൻ ബെർലിൻ ഫാമിലി ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത് എങ്ങനെയാണ് എന്ന് ഇദ്ദേഹം സ്വന്തം മാതാപിതാക്കളോടും സഹോദരങ്ങളോടും വിവരിക്കുന്നു. ഇടുക്കിയിലെ ഒരു ചെറിയ കർഷക കുടുംബത്തിൽ നിന്നും ബെർലിൻ ഫാമിലിയിൽ തന്നെ തൻ്റെ സഹോദരങ്ങളുടെ തുടർ പഠനം തുടരണം എന്ന ആഗ്രഹം കൊണ്ട് അജയ് തന്നെയാണ് ബെർലിൻറ്റിനെ കുറിച്ച് തങ്ങളുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അജയുടെ വിജയം തന്നെയാണ് തൻ്റെ 2 സഹോദരങ്ങളും ബെർലിൻറ്റിലേക്ക് എത്താൻ മാതൃകയാക്കിയത്. അതിൻ്റെ ഭാഗമായി അനിയന്മാർ 2 പേരും ബെർലിൻറ്റിലെ ഓരോ പ്രോഗ്രാമിനായി ജോയിൻ ചെയ്തിരിക്കുകയാണ് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ. നമസ്കാരം, എൻ്റെ പേര് അജയ് വേണുഗോപാൽ. ഞാനിപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലെ 3-ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. അപ്പോൾ +2 കാലഘട്ടം കഴിഞ്ഞ് MBBS എന്ന് പറഞ്ഞ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞാൻ വന്നത് ബ്രില്യൻ പാലയിലെ കോച്ചിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ അത് കാരണം തന്നെ എനിക്കിപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റി. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് തന്നെ എൻ്റെ അനിയനെ കാണാൻ വേണ്ടിയാണ്. അവൻ ഇപ്പം റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഇവിടെ പഠിക്കുന്നു. ഇപ്പം എൻ്റെ വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ 2 അനിയന്മാരും ഇപ്പം ബ്രില്യനിലെ കോച്ചിങ്, ഒരാൾ ലോങ് ടേം IIT ബാച്ചിൽ പഠിക്കുകയാണ്, മറ്റേ ആൾ ഇപ്പം ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പഠിച്ചപ്പോൾ എനിക്ക് എൻട്രൻസ് എന്ത് കോമ്പറ്റീറ്റീവ് ആണെന്ന് മനസ്സിലായി. സോ എനിക്ക് കിട്ടിയ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ എൻ്റെ അനിയൻ ഇവിടെ തന്നെ റിപ്പീറ്റിന് ചേർന്നിരുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും ഇളയ അനിയൻ IIT ആണ് എയിം ചെയ്യുന്നത്. സോ അതൊന്നും കൂടെ പാടായതുകൊണ്ട് അവനെ ഇപ്പം ലോങ് ടേം ബാച്ചിൽ തന്നെ നമ്മൾ ചേർത്തിരിക്കുകയാണ്. +1 +2ൻ്റെ കൂടെ തന്നെ അവർക്ക് ആ കോച്ചിങ് കിട്ടുമ്പം അവർക്കൊന്നും കൂടെ ബെറ്ററായിട്ട് എൻട്രൻസിന് അപ്പിയർ ചെയ്യാൻ പറ്റും. നമ്മൾ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യമേ ഓർമ്മ വരുന്നത് ബ്രില്യൻ്റിലെ പബ്സാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ ഇവിടുത്തെ റെഫറൻസ് ഫെസിലിറ്റീസ്, നമുക്ക് വൈകുന്നേരം വരെ ഇരുന്ന് ഒരു 8 മണി വരെ, എൻ്റെ കാലഘട്ടത്തിൽ 8 മണി വരെ റെഫറൻസ് ഉണ്ടായിരുന്നു. ആ സമയം നമുക്കിവിടെ ബുക്സും ലൈബ്രറി പോയി എല്ലാം എടുക്കാനും പറ്റുമായിരുന്നു. ഇവിടെ നമ്മളെ നോക്കാൻ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹോസ്റ്റലിൽ ചെന്നാലും അവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുമായിരുന്നു. ഹോസ്റ്റലിൽ തന്നെ ലൈബ്രറി ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. പിന്നെ റൂമുകളാണെങ്കിൽ തന്നെ നല്ല റൂമുകളായിരുന്നു. അവിടെയും വാർഡന്മാർ അത്യാവശ്യം നമ്മളെ പഠിക്കാനൊക്കെ സഹായിക്കുമായിരുന്നു. പിന്നെ ഇവിടെ തന്നെ റെഫറൻസ് റൂമുകളുണ്ട്, എപ്പോഴും ഫാക്കൽറ്റി അവൈലബിൾ ആയിരിക്കും. നമുക്ക് നമ്മുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം തന്നെ ബെസ്റ്റ് ടീച്ചേഴ്സാണ്. നമ്മളെ ജെനറ്റിക്സ് ഒക്കെ രതീഷ് സാറൊക്കെ പഠിപ്പിച്ചത്, ഇപ്പം MBBS ലൈഫിൽ ചെന്ന് കഴിഞ്ഞും ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സാറിൻ്റെ ക്ലാസ്സുകളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫാക്കൽറ്റി, അത് പണ്ട് ഡയറക്ടേഴ്സ് ആണെങ്കിലും പറയായിരുന്നു അവർ ഫാക്കൽറ്റിയുടെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യില്ല എന്ന്. അതുകൊണ്ട് നമ്മളിവിടെ പഠിച്ചപ്പം ആ ബേസിക്സ് നമുക്ക് ബിൽഡ് ചെയ്ത് ഇപ്പം നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ലൈഫിലും അത് നല്ലപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴാണെങ്കിലും അവിടെ ഉള്ള കുട്ടികളിൽ 3/4 ഭാഗവും ബ്രില്യൻറ്റിൽ തന്നെ പഠിച്ച കുട്ടികളായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, അത് സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ബ്രില്യൻറ്റിൻ്റെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ നിങ്ങൾക്ക് ആ ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങളത് പിന്തുടരുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കുക.